പുഷ്പ 2 റിലീസിന് തിയേറ്ററിലെത്തുമെന്ന് അല്ലു അർജുൻ പോലീസിനെ അറിയിച്ചിരുന്നതായി അവകാശപ്പെടുന്ന കത്ത് വൈറലാണ്. സന്ധ്യ തിയേറ്ററിൽ സന്ദർശിക്കാൻ അല്ലു അർജുൻ അനുവാദം ചോദിച്ചില്ല എന്നും അതുകൊണ്ടാണ് ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതും എന്നായിരുന്നു പോലീസിന്റെ വാദം. തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി മരിച്ചതിനെ തുടർന്ന് അല്ലു അർജുനെതിരെ കേസെടുക്കുകയും നടൻ അറസ്റ്റിലാവുകയും ചെയ്തത്. സന്ധ്യ തിയേറ്ററിന്റെ മാനേജ്മെന്റ് പോലീസിന് നൽകിയ കത്താണ് പുറത്തുവന്നത്. പുഷ്പ 2വിന്റെ പ്രീമിയർ പങ്കെടുക്കാൻ അല്ലു അർജുൻ, രശ്മിക മന്ദാന തുടങ്ങിയവർ സന്ധ്യ തിയേറ്ററിലെത്തുമെന്നും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈദരാബാദിലെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ കത്തിൽ ഒപ്പിട്ട് സീൽ വച്ചതിനു ശേഷം കമ്മീഷണർ കീഴുദ്യോഗസ്ഥർക്കും ട്രാഫിക് പോലീസിനും കൈമാറിയെന്നും നടന്റെ അഭിഭാഷകർ പറയുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച മറച്ചുവെക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. തിയേറ്ററിലെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ നടൻ അല്ലു അർജുന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഷാരൂഖ് ഖാനെതിരായ സമാന സ്വഭാവമുള്ള കേസിനെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. 2017 റായ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും ഒരാൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് അല്ലുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. 2017 സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ വഡോദര റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ച സംഭവത്തിൽ നടൻ ഷാരൂഖ് ഖാനെതിരെയും സമാനമായ കുറ്റാരോപണമുണ്ടായി. എന്നാൽ ഗുജറാത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാരണമല്ല മരണം സംഭവിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതി അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവിട്ടത്. അന്ന് ഷാരൂഖ് ഖാൻ ടീഷർട്ട് എറിഞ്ഞു നൽകിയതാണ് തിരക്കുണ്ടാകാൻ കാരണമായത്. എന്നാൽ അല്ലു അർജുൻ തിയേറ്ററിൽ സിനിമാ പ്രദർശനത്തിനെത്തുക മാത്രമാണ് ചെയ്തത്. തിക്കും തിരക്കുമുണ്ടായപ്പോൾ അദ്ദേഹം തിയേറ്ററിലെ 1-ാം നിലയിലായിരുന്നു. താഴത്തെ നിലയിലാണ് തിക്കും തിരക്കും ഉണ്ടായത്. അപ്പോൾ തന്റെ കക്ഷി 1-ാം നിലയിൽ സിനിമ കാണുകയായിരുന്നു. മാത്രമല്ല, തിയേറ്ററിൽ വരേണ്ടെന്ന് തിയേറ്റർ മാനേജ്മെന്റോ പോലീസോ തന്റെ കക്ഷിയോട് ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും അല്ലു അർജുന്റെ അഭിഭാഷകൻ വാദിച്ചു. തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടിയാണ് സ്ത്രീ മരിച്ചത്. നടന്റെ ബോധപൂർവമായ ഒരു പ്രവൃത്തിയും മരണത്തിന് കാരണമായിട്ടില്ല. അതിനാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം നിലനിൽക്കില്ല എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അല്ലുവും രേവന്ത് റെഡ്ഡിയും തമ്മിൽ നേരത്തെ നല്ല ബന്ധത്തിലല്ല. തെലുങ്ക് സിനിമയെ കൈപ്പിടിയിലൊതുക്കാൻ രേവന്ത് നടത്തുന്ന ചില ഇടപെടലുകൾ അല്ലു ഇടപെട്ട് പൊളിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈയിടെ പുഷ്പ 2വിന്റെ വിജയത്തിൽ നന്ദി പറയുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ പേര് പറയുമ്പോൾ അല്ലു തപ്പിത്തടഞ്ഞത് വാർത്തയായിരുന്നു. രേവന്തിന്റെ അനുയായികൾ ഇത് അല്ലുവിനെതിരെ പ്രചരിപ്പിച്ചിരുന്നു. ഹൈദരാബാദിലുണ്ടായ ഈ അറസ്റ്റിനു പിന്നിൽ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത നടനോടുള്ള മുഖ്യമന്ത്രിയുടെ വൈരാഗ്യമാണെന്നാണ് തെലുങ്ക് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്.